സഹോദരന്മാരെ, ഈ വീഡിയോ കണ്ട നിങ്ങള് ഒരു താത്തക്കുട്ടിയെ പോലീസുകാർ തൂക്കിയെടുത്ത് കൊണ്ടപ്പോന്ന് ഇതാരാന്നറിയാ? ഇത് നമ്മളെ സമുദായത്തിന്റെ കുട്ടിയാ. എന്തിനാ പോലീസുകാർ തൂക്കിയെടുത്ത് കൊണ്ടപ്പോന്നറിയാ? PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് സമരം നടത്തിയതാ. ആ സമരത്തിന്റെ ഭാഗമായിട്ട് താത്തക്കുട്ടിയെ തൂക്കിയെടുത്തിട്ട് പോലീസ് കൊണ്ടപ്പോന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേപോലെ അടി യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ കഴിയില്ല. എന്തിനു വേണ്ടിയിട്ട്? PMC നടപ്പാക്കുന്നതിനെതിരെ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട്. എന്നാൽ അത് കഴിഞ്ഞ ആ സർക്കാർ ഒഴിവായിപ്പോയി. ഇപ്പം വന്ന സർക്കാർ ഈ തൂക്കിയെടുത്ത് കൊണ്ടപ്പോന്ന സമുദായത്തിന്റെ കുട്ടി ഇന്നിപ്പോ മെമ്പറാ. എടാ, നിയമസഭയിൽ മെമ്പറാ, MLA ആണ്. ഈ കുട്ടി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ നേതാവാണ് എന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നു, വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ പേര് ഷംസുദ്ദീൻ എന്നാണ്. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വെളിച്ചം, അങ്ങനെയല്ലേ? ദീനിന്റെ സൂര്യ. അദ്ദേഹമാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹം പറയാ, ഈ പാഠ്യപദ്ധതി നമ്മൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് PMC നടപ്പാക്കുമ്പോഴും കേരളത്തിൽ? ഒരു ലീഗ് നേതാവ്, അദ്ദേഹത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ. അദ്ദേഹം മൈക്കിട്ടിയ പലതും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാ. അദ്ദേഹം ഇപ്പൊ മന്ത്രിസഭയിലുണ്ട്, ഷാജി. ആ ഷാജിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പൊ മുണ്ടാട്ടമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയുണ്ട് ഇവരെ ഒരിത്? നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PMC എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. ഇപ്പൊ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടതാണ്. എന്നാൽ ഒപ്പിട്ടിട്ടുണ്ട്, ഇല്ലാന്ന് നിഷേധിക്കുന്നില്ല. അതവിടെ മരവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇടതുപക്ഷം നടപ്പാക്കിയത് ഇവർ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ? ഇവരെ കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ 102 സീറ്റും കൊടുത്തിട്ട്. ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഇടതുപക്ഷ സർക്കാരിനെ മാറ്റി നിർത്തിയത്? അതിനൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഇവരെ കൊണ്ടാണ്. അത് സമുദായത്തിന്റെ പാർട്ടിക്കാരെ കൊണ്ടാണ്. 22 സീറ്റല്ലേ അവർക്ക് നേടിക്കൊടുത്തേ. മലപ്പുറത്തെ ഭൂരിപക്ഷം നോക്കിയിട്ട് നിങ്ങൾ. എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയാ ഇടതുപക്ഷ സർക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മിൽമ പാലിന് 4 രൂപ കൂട്ടുമ്പോ പറഞ്ഞാൽ അത് ഇടതുപക്ഷ സർക്കാർ കൂട്ടിയതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കിട്ടുന്ന കാര്യം. എന്നാൽ കേരളയിലിന്റെ കുറ്റി ഇവർ നേരത്തെ കണ്ട് അതിന് പച്ച പെയിന്റ് അടിക്കാൻ വേണ്ടി തീരുമാനിച്ച് അത് ഇവർ കണ്ട്. വല്ലാത്ത ജാതിക്കളല്ല കേട്ടോ നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ കൊണ്ടുവന്നത്? ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയത് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ PMC നടപ്പാക്കൂന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? ഈ വിഷയത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടല്ലോ, UDF-ന്റെ കൂടെ സമുദായത്തിൽ കുറെ വിദ്യാഭ്യാസ സംഘടന ഉണ്ടല്ലോ. ഒറ്റയൊന്നും മിണ്ടുന്നില്ലല്ലോ, ഒറ്റയൊന്നിന്റെ ബായി മുണ്ടാട്ടില്ലാലോ. എന്തേ നിങ്ങൾക്ക് ഉണ്ടാണ്ട ഇപ്പൊ PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തേ നിങ്ങളൊന്നും പ്രതികരിക്കാതെ? അല്ല സംസുദ്ദീനെ, നിങ്ങളിപ്പോ ഷാജി സാഹിബും മന്ത്രിയാണ്, നിങ്ങളും മന്ത്രിയാണ്. പക്ഷെ നിങ്ങളിപ്പോ മുസ്ലിം ലീഗിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിങ്ങള് സത്യത്തിൽ ഐക്യത്തിലേക്ക് ഇടത്. പുറത്തേക്കിറങ്ങിയ പാമ്പ് വേലായുധന്റെ കൂട് തുറന്നിട്ട മാതിരിയാണ്. പിന്നെ രണ്ടാളും പിന്നെ പാമ്പ് വേലായുധന്റെ കൂട്ടില് 4 പാമ്പാളാണെങ്കിൽ ഓരോ പുറത്തേക്ക് തുറന്ന് വിട്ടാൽ 40 പാമ്പാളായിട്ട് പോകും. എന്നാ മാതിരി നിങ്ങളെ കൂട്ടിൽ നിങ്ങളെ ഓഫീസിലൊക്കെ നിങ്ങൾ രണ്ടാളും ഒരേ നിൽക്കണം. നിങ്ങള് ഈ വിഷയത്തിൽ ഇപ്പൊ എന്തേ രണ്ടഭിപ്രായമായി? സംസുദ്ദീൻ സാറ് പറയുന്നത് ഒരു സർക്കാരിന്റെ തുടർച്ചയാണല്ലോ എന്നുള്ളതാ. സപ്പോസ് അതിന് ഈ മുസ്ലിം ലീഗേരെ വാദം വെച്ചുകാണ്ട് അത് ശരി എന്ന് നമ്മൾ അംഗീകരിച്ചാല്, അപ്പൊ ഇത് ഈ സർക്കാരിന്റെ തുടർന്നത് അറിയില്ല എന്ന് പറയുന്ന ആളായിരുന്നോ നമ്മുടെ വേങ്ങരയിലെ ഇപ്പോഴത്തെ നിലവിലെ MLA-യും കേരള നിയമസഭയിലെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു വകുപ്പ് മന്ത്രിയുമായ ഷാജി സാഹിബിന് ഈ വിഷയം അറിയില്ലേ സംസുദ്ദീൻ സാഹിബേ എന്ന് നമ്മൾ ചോദിച്ചാൽ നിങ്ങളുടെ ഈ വിഷയത്തിൽ നിലപാട് എന്താണ് എന്ന് പറഞ്ഞു തരി, അറിയുന്നവരും അറിഞ്ഞേരി. ഇന്നിപ്പോ ഷാജി പറയുന്നത് CPM-രും RSS-രും പാടെ ഡീലുണ്ടാക്കി. അപ്പൊ നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അടുപ്പിക്കൂല. അങ്ങനെ എന്ത് ചെയ്യും? നമ്മളെ നെഹ്റുജിനെയും ഗാന്ധിജിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്നതാണ് ഷാജി സാഹിബ് പറയുന്നത്.
അപ്പൊ അപ്പോ ഇതിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? പ്രസംഗിച്ച ഷാജിയാണോ? ഇതിലിപ്പോ ആര് പറയുന്നതാണ് സത്യം? നിങ്ങൾ ശംസുദ്ദീൻ സാറ് പറയുന്നതാണോ ശരി, അതല്ല KM ഷാജി പറയുന്നതാണോ ശരി? അന്നും കൂടി അറിയുന്ന ആൾക്കാരൊന്നും വിശദീകരിച്ചാലേ നമ്മളെ കൺഫ്യൂഷൻ തീർക്കായിരുന്നു.